ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖല്ലേ? നമ്മൾ വെളിച്ചെണ്ണ നീരറക്കാൻ പോവാട്ടോ. വെളിച്ചെണ്ണ കുറുക്കുക എന്നും പറയും. അപ്പം അതിന് വേണ്ട സാധനങ്ങളാണത് കേട്ടോ. കറ്റുവാഴൻ്റെ ഇല, പിന്നെ അതാ ചെമ്പരത്തിപ്പൂവ്, കഞ്ഞെണ്ണ, കഞ്ഞുണ്ണി, തുളസി, കഞ്ഞിക്കുറുക്കൽ, ഇങ്ങനെയുള്ള എല്ലാ ചെമ്പരത്തിപ്പൂവ് എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. നമുക്ക് വെളിച്ചെണ്ണ ഒന്ന് കുറുക്കിയെടുക്കാൻ വേണ്ടി നമുക്ക് തല തേക്കാൻ, മുടി വളരാനും തലക്ക് നല്ല തണുപ്പ് കിട്ടാനും എല്ലാത്തിനും ഉപയോഗപ്പെടും കേട്ടോ. അപ്പം നമുക്കിതൊക്കെ ഒന്ന് ആദ്യം മിക്സിയിൽ അരിഞ്ഞിട്ടിട്ട് അടിച്ചെടുക്കാം കേട്ടോ. ഒക്കെ നല്ലോണം ഒന്ന് അടിച്ചെടുത്തിട്ട് വേണം വെളിച്ചെണ്ണയിൽ ചേർക്കാൻ. അപ്പം നമുക്കിതൊക്കെ ഒന്ന് മുറിച്ചെടുക്കാം കേട്ടോ. പിന്നെ പൂവാങ്കുറുന്നൽ എന്ന് പറഞ്ഞൊരു മരുന്നുണ്ടായില്ല കേട്ടോ. നമുക്ക് നീരുവീഴ്ച വരാതിരിക്കാൻ വേണ്ടി പൂവാങ്കുറുന്നൽ, നിലമ്പരണ്ട, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതിൽ എല്ലാ പച്ചമരുന്നുകളും ഉണ്ട്. മൈലാഞ്ചിൻ്റെ ഇല ഊരിയിടാണ്. ഇതെല്ലാം കൂടെ നമുക്ക് അരച്ചെടുക്കാം. അതൊക്കെ ഒന്ന് ഇടട്ടോ. അതാണ് പൂവാങ്കുറുന്നൽ. അത് നമുക്ക് നീർവീഴ്ച വരാതിരിക്കാനും. പിന്നെ അത് കഞ്ഞുണ്ണി, നീലാമ്പരി എന്നും പറയും കഞ്ഞുണ്ണി. നീലവൃങ്കാതി, കഞ്ഞുണ്ണി എന്നും പറയും ഞങ്ങൾ, നീലവൃങ്കാതി എന്ന് പറയും. നിങ്ങളെന്താ പറയലൊന്ന് പറയണം കേട്ടോ. കറ്റുവാഴൻ്റെ കറ പോകാൻ വേണ്ടി വെച്ചാണ്. നമുക്ക് അതിൻ്റെ മുള്ളൊക്കെ ഒന്ന് അരിഞ്ഞ് കളയട്ടോ. രണ്ട് സൈഡിലൊരു മുള്ളുണ്ടാവും. അപ്പോൾ അതൊന്ന് അരിഞ്ഞ് കളയുക. ചെറുതാക്കി നമുക്കതിൽ അരി മുറിച്ചിടാം. തൊലിയൊന്നും കളയുന്നില്ല, അങ്ങനെ തന്നെ നമുക്ക് മിക്സിയിൽ അടിച്ചെടുത്താൽ മതി. നമുക്കത് ഒന്ന് അടിച്ചിട്ട് രണ്ടാമത്തെ വട്ടം അടിച്ചെടുക്കാൻ കേട്ടോ. അതൊന്ന് അടിച്ച് നമുക്ക് അപ്പോൾ നമ്മളത് അരച്ചെടുത്ത് പടി ചുവടൊക്കെ നല്ല കട്ടിയുള്ള ഒരു പാത്രമാണ്, ചീനച്ചട്ടി എടുത്തത്. നമ്മൾ അതിലേക്ക് അത് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അരച്ചെടുത്ത് നമുക്കൊരു വട്ടം കൂടെ അരച്ചെടുക്കാൻ കേട്ടോ. ഫുള്ള് ആ മിക്സിയിൽ കൊണ്ടയില്ലേ, അപ്പോൾ നമുക്കൊന്നും കൂടെ അതിലേക്ക് അരച്ചെടുക്കാനുണ്ട്. നമ്മളെല്ലാം അരച്ചെടുത്ത് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് മിക്സ് ചെയ്തിട്ടോ. അരച്ചതിൽ അങ്ങനെ ഞങ്ങൾ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടാണ്. ഇനി അതൊന്ന് നല്ലോണം ഇളക്കി കൊടുക്കണം. എല്ലാം അതിൽ മിക്സ് ചെയ്യണം. അതൊന്ന് കുറുകി വരുന്ന വരെ നമുക്കത് വെളിച്ചെണ്ണ ഒന്ന് കുറുകി വരുന്ന വരെ നമുക്ക് അതൊക്കെ മുരിഞ്ഞ് അതിൽ ചേരണം. അത് വരെ നമുക്ക് അത് ഇളക്കി കൊണ്ടിരിക്കാം കേട്ടോ.